KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് AICC അധ്യക്ഷനെ കണ്ടുവെന്ന വാർത്ത തള്ളാതെ കൊടിക്കുന്നിൽ സുരേഷ് MP. അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. മന്ത്രിസഭാ ചർച്ചകൾ പൂർത്തിയായാൽ മാത്രമേ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കൂ എന്നും കൊടിക്കുന്നിൽ സുരേഷ് 24-നോട് പറഞ്ഞു. ഇപ്പോൾ പാർലമെന്റ് സമ്മേളിക്കാത്ത സമയമായതുകൊണ്ട് ഡൽഹി ചെന്ന് അദ്ദേഹത്തെ കാണണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് സമയം തന്നു. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു. ഞാൻ തിരിച്ചു വരികയും ചെയ്തു. വേറെ വിശദമായ ചർച്ചകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല. ഒരു പുതുമയുള്ള ഒരു സന്ദർശനമായിരുന്നില്ല. എന്തെങ്കിലും പുതുമയുള്ള സാധാരണഗതിയിൽ പാർലമെൻ്റ് ഉള്ളപ്പോൾ പാർലമെൻറ്റിൽ വെച്ച് കാണും, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇല്ലാത്ത സമയത്ത് ഡൽഹി ചെല്ലുമ്പോൾ സമയം ചോദിച്ച് അദ്ദേഹത്തെ കാണുന്നത് പതിവാണ്, സ്ഥിരം പതിവാണ്. ആ പതിവ് തെറ്റിക്കാതെ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു. പിന്നെ ലോക്സഭ പ്രതിപക്ഷ രാഹുൽ ഗാന്ധിയും കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ചെന്നൈയിൽ മറ്റേ ജോസഫ് വിജയ് എന്ന് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അത് ആര് KPCC അധ്യക്ഷനാകണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയും മറ്റ് സമുദായ സമവാക്യങ്ങളും ഒക്കെ പരിശോധിച്ച്, അതുപോലെ തന്നെ നേതാക്കളുടെ ഉള്ള പ്രവർത്തന ക്ഷമതയും എല്ലാം പരിശോധിച്ചിട്ടായിരിക്കും AICC അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അധ്യക്ഷനെ തീരുമാനിക്കുന്നത്. എന്തായാലും കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു അധ്യക്ഷനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചകളും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂര്യഗായത്രി വിവരങ്ങളുമായി. സൂര്യഗായത്രി, ഇതിൽ അദ്ദേഹം പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വിഷയം ചർച്ചയായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും എല്ലാവർക്കും അതിന് ആഗ്രഹമുണ്ട്, ഹൈക്കമാൻഡാണ് തീരുമാനം കൈക്കൊള്ളുന്നത് എന്നൊക്കെ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ സമയത്തുള്ള കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന് കരുതാൻ കഴിയുമോ? അനുജ, KPCC അധ്യക്ഷ മാറ്റ ചർച്ചകൾ എല്ലായ്പ്പോഴും ആരംഭിച്ചു വെക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിലാണ്. പക്ഷെ പിന്നീട് എങ്ങോട്ടേക്കാണ് ആ പേര് പോകുന്നതെന്ന് ആരും അറിയാറില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ സണ്ണി ജോസഫ് മന്ത്രിയായി വരുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ വരേണ്ടതായിട്ടുണ്ട്. ആ ചർച്ചകൾ ഒരു സ്ഥലത്ത് നടക്കുന്ന സമയത്താണ് ഖർഗെയുമായിട്ട് കൊടിക്കുന്നിൽ സുരേഷ് കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിൽ KPCC അധ്യക്ഷ സ്ഥാനമാറ്റ ചർച്ചകൾ സംസാരിച്ചിട്ടുണ്ടാകാമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷെ അത് തള്ളുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് ചെയ്യുന്നത്. സാധാരണ ഒരു കൂടിക്കാഴ്ച മാത്രമാണ്, അതിൽ ഒരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ്. ഡൽഹിയിൽ എത്തിയപ്പോൾ ഖർഗെയെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം സമയം തന്നു, അങ്ങനെ പോയി കണ്ടു, ചില കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ പക്ഷേ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ സ്ഥാനത്തേക്ക് വരാൻ പലർക്കും ആഗ്രഹമുണ്ടാകും. പക്ഷേ അന്തിമമായിട്ടൊരു തീരുമാനം കൈക്കൊള്ളേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് കൃത്യസമയത്ത് തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. തനിക്ക് അത്തരത്തിലൊരു ആഗ്രഹമുള്ള കാര്യമൊന്നും അദ്ദേഹം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ ഘട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പേര്, അതുപോലെ തന്നെ ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, ബെന്നി ബെഹനാൻ, ഈ 4 പേരുകളാണ് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് അങ്ങനെ പരിഗണിക്കപ്പെടുന്ന പേരുകളായിട്ടുള്ളത് എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പേരിങ്ങനെ അന്തിമമായിട്ടുള്ള പട്ടികയിൽ വരെ വരാറുണ്ട്. പക്ഷേ പിന്നീട് അത് മറ്റൊരാളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഖർഗെയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കൃത്യസമയത്ത് ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്ന തീരുമാനമാണ്, അതിനോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.